ദൈവമേ, ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരുത്തരാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്. സമയം 8 മണിയായി എന്നാ തോന്നുന്നത്. മോളെ, അച്ഛൻ എണീറ്റോ? അച്ഛനുണ്ട്, കോലാരിപ്പുണ്ട്. വല്ല ബോധമുണ്ടോ? ഇന്നലെ 4 കാലിലല്ലേ വന്നത്? മോളെ ഫീസ് കെട്ടട്ടെ ലാസ്റ്റ് ദിവസം. ഞാൻ എന്താ ചെയ്യാ? പണിയെടുത്തെടുത്ത് പൈസ കിട്ടണ്ടേ? ഇതാ ബാഗ്. നിങ്ങൾ വേഗം പൈസ വാങ്ങിട്ട് വരണേ നേരത്തിന്. നീ എവിടെ പോന്നേ? എനിക്കറിയാം നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ശ്രീധരേട്ടനോട് കടം ചോദിക്കാൻ പോവാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തെ പോലെ ശ്രീധരേട്ടൻ വന്നിട്ട് പൈസ വാങ്ങിച്ചു. എടി വിച്ചു, പൈസ ഇതാ. പൈസ എങ്ങനെ കിട്ടി? മോളെ, ആ ഫീസ് വേഗം പോയി ഓൺലൈനിൽ കെട്ട്. ശ്രീധരേട്ടൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത്? അത് ഞാൻ രാവിലെ ഇവിടുന്ന് പോയില്ലേ. ഞാൻ പോയത് 2 പ്രാവശ്യം ചെക്ക് നിന്ന് പറ്റിച്ച ആളുടെ കമ്പനിയിലേക്കായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹായ് ഡാർലിംഗ്, എത്ര നേരമായി ഞാൻ എൻ്റെ റോസിനെ വെയിറ്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രിയല്ലേ കണ്ടത്? ജ്യൂസ് മാത്രമല്ലേ കുടിച്ചുള്ളൂ? ക്ഷീണിച്ചു പോയില്ലേ തങ്കം? രാവിലെ തന്നെ എൻ്റെ സകല കൺട്രോളും എൻ്റെ റോസാപ്പൂ കളയും. എന്താടോ വിനയ, ഒരു റൂമിലൊക്കെ കാര്യം വരുമ്പോൾ ഒരു മേനേഴ്സൊക്കെ വേണ്ടേ? രാവിലെ തന്നെ ഇവിടെ നൂൺ ഷോ കളിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. ഞാൻ എത്രയായി സാറേ ബാങ്കിൽ കയറി ഇറങ്ങുന്നു. 2 ചെക്ക് ബൗൺസായി. ആളെ കൊരങ്ങളിപ്പിക്കുന്ന ഒരു പരിധി. എടോ വിനു, നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല, നിന്നെ പറ്റിച്ചൊന്നും അല്ലടോ. അത്രക്കും അടവ് ബാങ്കിലുണ്ട്. നീ ചെക്ക് കൊടുക്കുന്നതിന് മുമ്പേ ബാങ്കിൽ അടവ് പോയി, അല്ലാതെ ഇന്നെ പറ്റിച്ചൊന്നുമല്ല. ആന്നും എനിക്ക് അറിയണ്ട. എന്റെ മോളുടെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഞാൻ പൈസയും കൊണ്ടേ പോവും. റോസ്, പേഴ്സണൽ ചെക്ക് കൊണ്ടുവാ. സാറൊന്നും വിചാരിക്കണ്ട, എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാ. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണ്ടേ? ഒന്നുകൂടെ കുരങ്ങ് കളിക്കട്ടെ. അവിടുന്ന് ചെക്ക് വാങ്ങിയിട്ട് ബാങ്കിലേക്ക് ചെല്ലുമ്പോഴാണ് ശ്രീരത്നം കാണുന്നത്.
പുറത്തെന്ത് ചൂടാ. അല്ല, ഇതാര് വിനിയനാ? എന്തൊക്കെ ഉണ്ടടാ വിശേഷം? മുഖത്ത് എന്താ ഒരു സങ്കടം? ഒന്നുമില്ല സീരാട്ടാ, ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്. അറിയില്ല, 2-3 പ്രാവശ്യമായി പറഞ്ഞു പറ്റിക്കുന്നു. എന്തൊരു കഷ്ടായി. ഇന്നലെ അയാൾ ചെക്ക് തന്നു, ബാങ്കിൽ കൊടുത്തപ്പോൾ അതിലും പൈസ ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല സീരാട്ടാ. മോളുടെ ഫീസ് കിട്ടുന്ന ലാസ്റ്റ് ദിവസം ഇന്ന്. ആ ചെക്ക് ഒന്ന് നോക്കട്ടെ. ഇത് കറണ്ട് അക്കൗണ്ട് ചെക്കാ. ഇതിൽ മിനിമം ബാലൻസ് കാണണം. എനിക്കൊന്നും അറിയില്ല സീരാട്ടാ, ഓളുടെ താലി വരെ പണയത്തില്ല. ഇനിയൊരു തരി പൊന്നു പോലുമില്ല പണയം വെക്കെ. നീ വിഷമിക്കണ്ട, മാനേജർ എനിക്ക് അറിയുന്ന ആളാ കേട്ടോ. ഞാൻ ഒന്ന് അന്വേഷിച്ച് വരാം. വെയിറ്റ് ചെയ്യണേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. സാറ്, ഈ ചെക്ക് റിട്ടേൺ ആകാൻ കാരണം എന്തായിരുന്നു? ഞാൻ നോക്കിയിട്ട് പറയാം. സാർ, ഈ ചെക്ക് കറണ്ട് അക്കൗണ്ട് ചെക്കാണ്. ബാലൻസ് 5200 ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചെക്ക് റിട്ടേൺ അപ്പോൾ ആയിട്ടുള്ളത്. ആ ബാലൻസ് ഉള്ള 800 രൂപ ഞാൻ അടച്ചാൽ നിങ്ങൾക്ക് ആ ശരി. ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ശരി, ശരി. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഡാ വിനിയ, ഈ ചെക്കിൽ 5200 രൂപ, ആ. 800 രൂപേന്റെ കുറവുണ്ട്. ആ 800 രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. ആ. ഇപ്പോ പോയിട്ട് എനിക്ക് ആ പൈസ എടുക്കാം. വളരെ ഉപകാരം. പെട്ടെന്ന് പോ. ഈ സർബത്തിൽ ഉപ്പിട്ട് കഴിച്ചാൽ നല്ലതാ. ഞാൻ ചെയ്യാറുണ്ട്. ഡാ വിനിയ, ആ സീരാട്ടാ, എൻ്റെ 800 രൂപ തന്നിട്ട് പോടാ. വേഗം വീട്ടിലെത്തിയിട്ട് ഓൺലൈനിൽ ഫീസ് അടക്കേണ്ട കാര്യത്തിൽ മറന്നുപോയി സീരാട്ടാ. സാരമില്ല, എനിക്ക് തിരക്കില്ല. ഇനി മോളെ ഫീസ് കിട്ടും, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെയാണ് ശ്രീധരാട്ട എനിക്ക് പൈസ വാങ്ങിച്ചു തന്നത്. സാറേ, ഇന്നാണ് GST കെട്ടേണ്ടത്. 4000 രൂപ ഫൈന് കെട്ടണം. ഇന്ന് അടച്ചില്ലെങ്കിൽ 25000 വരും. നീ ഒരു കാര്യം ചെയ്യ്. ഇന്നലെ ഞാൻ തന്ന ക്യാഷും ബാക്കി എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെ ക്യാഷും എടുത്തിട്ട് GST അടക്ക്. ഞാൻ കേട്ടത് മറന്നേക്ക്. എൻ്റെ ഫോൺ നമ്പറാണ് അവർക്ക് കൊടുത്തത്. അയ്യോ സാറേ, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബാങ്കിലേക്ക് 3000 രൂപ കെട്ടണമെന്ന്. എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. എന്ത് 3000? അങ്ങോട്ട് കെട്ടണമെന്നോ? ഞാനൊന്ന് ബാങ്കിലോട്ട് വിളിച്ചു നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ, പറയൂ. എനിക്കൊരു SMS വന്നിരുന്നു, 3000 രൂപ ബാങ്കിലേക്ക് അടക്കണമെന്ന്. സാറിൻ്റെ അക്കൗണ്ട് നമ്പർ പറയൂ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. 33 34 35 6. സാറിൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ 5 മാസമായി 0 ബാലൻസ് ആണ് കാണിക്കുന്നത്. മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് 3000 രൂപ ഫൈൻ വന്നത്. അതുകൊണ്ടാണ് SMS വന്നത്. സാറേ, 5 മാസം മുമ്പേ 5000 രൂപ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതിൽ നിന്നും ഒരു പൈസ പോലും എടുത്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ സാറേ 0 ബാലൻസ് വന്ന്? സാറിൻ്റെ 6000 രൂപയുടെ ചെക്ക് 5 മാസം മുമ്പേ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്കൗണ്ട് ബാലൻസ് 0 കാണിക്കുന്നത്. സാറിൻ്റെ അക്കൗണ്ടിൽ 5200 രൂപ മാത്രമാണ് ഉണ്ടായത്. അതേ ദിവസം തന്നെ 800 രൂപ സർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 6000 രൂപ വിത്ഡ്രോ ചെയ്തത്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ.
സാറേ, അന്ന് വിനുവിന് 6000 രൂപയുടെ ചെക്ക് കൊടുത്തത് ഓർമ്മയില്ലേ? റോസേ, അന്നേരം അതിൽ 6000 രൂപ ഇല്ലല്ലോ. ആരാ അതിൽ 800 രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്? ചിലപ്പോ വിനയനായിരിക്കും. വിനയൻ ഒരു സംഭവം തന്നെ. ഞാൻ അവനെ പറ്റിക്കാൻ നോക്കിയപ്പോ അവൻ 8ന്റെ പണി എനിക്കിട്ട് തന്നു.